നമ്മൾ ഇന്നലെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആപ്ലിക്കേഷനാണ് പറഞ്ഞത്. അത് നമ്മൾ കുറച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ട്. സൈൻ 80യും കോസ് 80യും കഴിഞ്ഞിട്ടുണ്ട്. സൈൻ 80യും കോസ് 80യും കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് സൈൻ എച്ച് 80യും കോസ് എച്ച് 80യും. ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി find the Laplace transform of cos h 80. Find the Laplace transform of cos h 80. ആദ്യം നമ്മൾ ഡെഫിനിഷൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എച്ച് 80 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി. ഇത് എഫ് ഓഫ് ടി കോസ് എച്ച് 80 ആണ്. ഇൻ്റെ ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി കോസ് എച്ച് 80ൻ്റെ വില എന്ന് പറയുന്നത് നമ്മൾ ഇതാണ്. നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡ് ബൈ 2. കോസ് എച്ച് 80 എന്ന് പറയുന്നത് കോസ് ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ്. നമ്മൾ നേരത്തെ കണ്ടത് സൈൻ 80യും കോസ് 80യാണ്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോസ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ കോസ് എച്ച് 80, കോസ് ഹൈപ്പർബോളിക് 80. കോസ് ഹൈപ്പർബോളിക് 80ന്റെ നമ്മൾ മുമ്പ് പഠിക്കുന്നതാണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡ് ബൈ 2. നമ്മൾ എഫ് ഓഫ് ടിക്ക് പകരം നമ്മൾ കോസ് ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ഡിവൈഡ് ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ 2 ഈ അടിയുള്ള 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇ റേസ് ടു എ ടിയെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇ റേസ് ടു മൈനസ് എ ടി കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു ഫസ്റ്റത്തെ ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും, സെക്കൻഡ് ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ രണ്ട് സ്ഥലത്ത് ഇ റേസ് ടു നെഗറ്റീവ് എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണേ. ഇ റേസ് ടു മൈനസ് ഓഫ് എന്നുള്ള രൂപത്തിൽ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്താ? ഇ റേസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ടി ഡിവൈഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എന്താണ് എ മൈനസ് എസ്. ഇവിടെ ഇ റേസ് ടു മൈനസ് ഓഫ് എസ് പ്ലസ് ടി ഡിവൈഡ് മൈനസ് ഓഫ് എസ് പ്ലസ് ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ. ഇനി ഇതിനെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഇ റേസ് ടു മൈനസ് എസ് മൈനസ്. ഇത് ശരിക്കും നമ്മൾ ഇൻ്റഗ്രൽ 0 to b എന്ന് എഴുതണ്ട, ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. 1/2 ഇൻറ്റു ഞാനിവിടെ എഴുതാം 1/2 ഇൻറ്റു ഇ റേസ് ടു നെഗറ്റീവ് എസ് മൈനസ് എ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ. ഇവിടെ 0 to ഇൻഫിനിറ്റി കൊടുക്കുക. പിന്നെ അടുത്തത് പ്ലസ് ഇ റേസ് ടു നെഗറ്റീവ് ഓഫ് എസ് പ്ലസ് എ നെഗറ്റീവ് ഓഫ് എസ് പ്ലസ് എ. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു അടിയിൽ മൈനസ് 1 ബൈ എസ് മൈനസ് എ. ഇവിടെ നമ്മൾ ബ്രാക്കറ്റിനകത്ത് വരിക, ഇൻഫിനിറ്റി കൊടുത്താൽ ഇവിടെ 0 വരും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 വരിക. ടീക്കാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ. 0 കൊടുത്തു കഴിഞ്ഞാൽ 1 വരും. രണ്ടാമത്തേൽ 1 ബൈ നെഗറ്റീവ് ഇവിടെ ഉണ്ട്, നെഗറ്റീവ് ഓഫ് എസ് പ്ലസ് എ. ബ്രാക്കറ്റിനകത്ത് വരിക
ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to minus infinity 0 വരും. e raised 0 വരും 1 വരും. അപ്പോൾ ഈ -1 by s minus a ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 by s half into 1 by s minus a വരും. ഈ നെഗറ്റീവ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 1 by s plus a വരും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് താഴോട്ട് കിട്ടിയതായിട്ട് കാണാം. ആ സ്റ്റെപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1 by s minus a plus 1 by s plus a. നമ്മളിവിടെ LC എടുക്കുക, ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ എസ് പ്ലസ് എ ഇവിടെ വരും, എസ് മൈനസ് എ ഇവിടെ വരും. അടിയിൽ എസ് മൈനസ് എ എസ് പ്ലസ് എയും വെട്ടിപ്പോയി, മുകളിൽ 2s ഉണ്ടാവും, രണ്ടും പുറത്തുള്ള രണ്ടും വെട്ടിപ്പോയി, എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഉത്തരം വരിക ലാപ്ലാസ് ഓഫ് കോസ് എച്ച് എ ടി എന്ന് പറയുന്നത്. ഇത് ബൈ ഹാർട്ട് നിങ്ങൾ പഠിക്കണം. ലാപ്ലാസ് ഓഫ് കോസ് എച്ച് എ ടി ഈസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അടുത്തത് ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൈൻ ഹൈപ്പർബോളിക് എ ടി. സൈൻ ഹൈപ്പർബോളിക് എ ടി, അപ്പം നമ്മൾ സാധാരണ പോലെ നമ്മൾ ഡെഫിനിഷൻ എഴുതുക. ലാപ്ലാസ് ഓഫ് സൈൻ എച്ച് എ ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity സൈൻ എച്ച് എ ടി ഇൻറ്റു ഇ റൈസ്ഡ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി ഈ സൈൻ എച്ച് എ ടിൻ്റെ വില നമ്മൾ എഴുതണം. സൈൻ എച്ച് എ ടിൻ്റെ വില എന്താ? ഇതാണ് സൈൻ എച്ച് എ ടിൻ്റെ വില. ഇ റൈസ്ഡ് ടു എ ടി മൈനസ് ഇ റൈസ്ഡ് ടു മൈനസ് എ ടി ഡിവൈഡ് ബൈ 2. ഇതും മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇ റൈസ്ഡ് ടു എ ടിൻ്റെ ഇ റൈസ്ഡ് ടു നമുക്ക് അങ്ങനെ വരും. ഇവിടെ ശരിക്കും ലിമിറ്റ് ബി ടെൻഷനും കൊടുക്കണ്ട, 0 to infinity ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം വരും, ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ട്, മൈനസ് ഇവിടെ ഇടുക, മൾട്ടിപ്ലൈ ഇത് വരും. ഇത് ഇൻ്റഗ്രേഷൻ നടത്തുക ഇങ്ങനെ വരും. ഇത് 0 to infinity എന്നാന്ന് വിചാരിച്ചോട്ടെ, 0 to infinity തന്നെ. അപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിൽ ഈ റേഷ്യോ മൈനസ് 0 വരും, മറ്റേ 1 വരും. ഇപ്പോൾ 0 - 1 എന്ന് പറഞ്ഞ ടേം മുകളിലുണ്ടാവും. ഇവിടെ അതേപോലെ തന്നെ 0 - 1 ഉണ്ടാവും. അപ്പോൾ ഇവിടെ 1 by s minus a ഉണ്ടാവും. ഈ മൈനസും പ്ലസ് ആയി, പ്ലസ് 1 by s plus a തന്നെ ഉണ്ടാവും. -1 by s plus. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ വരും. ഹാഫ് പുറത്തുണ്ടാവും, 1 by s minus a. ഫസ്റ്റത്തെ സാധനം ചെയ്ത് കഴിഞ്ഞാൽ 1 by s minus a. സെക്കൻഡ് സാധനം ചെയ്ത് കഴിഞ്ഞാൽ 1 by s plus a. നമ്മൾ എൽ സി അതിങ്ങനെ അങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എസും വെട്ടിപ്പോവും. ഇവിടെ മുകളിൽ 2a വരും, ഇവിടെയുള്ള 2ഉം പുറത്തുള്ള 2ഉം വെട്ടിപ്പോവും. അടിയിൽ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് കിട്ടി ലാപ്ലാസ് ഓഫ് സൈൻ എച്ച് എ ടി എന്താണ്? ലാപ്ലാസ് ഓഫ് സൈൻ എച്ച് എ ടി ഈസ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും. നേരത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്തപോലെ തന്നെ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ ആൻസറാണ് വരിക. ഈ ഒരു കണ്ടീഷൻ ഇട്ടേക്കുക, കാരണം നെഗറ്റീവ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ എസ് സ്ക്വയർ വലുതായിരിക്കണം. അപ്പോൾ എസ് വലുതായിരിക്കണം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ലാപ്ലാസ് ഓഫ് സൈൻ എച്ച് എ ടിയും ലാപ്ലാസ് ഓഫ് കോസ് എച്ച് എ ടിയും ഇവിടെ വില കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഏക്ക് 1 കൊടുത്താൽ നമുക്ക് സൈൻ എച്ച് ടി കിട്ടും. കോസ് എച്ച് എ ടിയിൽ ഏക്ക് 1 കൊടുത്താൽ കിട്ടും. ഈ കോസ് ഹൈപ്പർബോളിക് വരുമ്പോൾ മോൾ എസ് ആ വരിക, സൈൻ ഹൈപ്പർബോളിക് വരുമ്പോൾ മോള് എ ആ വരിക. ഏക്ക് എന്താണ് കൊടുക്കുന്നത്? അത് ഇവിടെ എ അല്ലേ വരുന്നത്, മോൾ എ. കോസ് ഹൈപ്പർബോളിക് വരും, മോൾ എസ് വരും. അതൊന്ന് ഓർമ്മിച്ചാൽ മതി. വേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം. പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്. എനിക്ക് എഫ് ഓഫ് ടിയും ഒരു ജി ഓഫ് ടിയും ആർ ഫംഗ്ഷൻസ് ഫോർ വിച്ച് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ്. ഇതിന് രണ്ടിനും ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ലാപ്ലാസ് ഓഫ് എഫ് പ്ലസ് ലാപ്ലാസ് ഓഫ് ജി ആണ്. ലാപ്ലാസ് ഓഫ് കെ ഇൻറ്റു എഫ് എന്ന് പറയുന്നത് കെ നമുക്ക് പുറത്തെടുക്കുക, കെ ഇൻറ്റു ലാപ്ലാസ് ഓഫ് എഫ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രൂഫ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇതൊന്നും ആവശ്യമില്ല. ലാപ്ലാസ് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനിഷൻ ഉപയോഗിക്കുന്നു. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 2 സ്പ്ലിറ്റ് ആക്കി 2 പീസ് ആക്കുന്നു. ഇത് ലാപ്ലാസ് ഓഫ് എഫ് ആണ്, ഇത് ലാപ്ലാസ് ഓഫ് ജി ആണ്. അപ്പോൾ അതിന്റെ പ്രൂഫ് കഴിഞ്ഞു. അതേപോലെ തന്നെ ലാപ്ലാസ് ഓഫ് കെ എഫ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടിക്ക് പകരം നമ്മൾ കെ എഫ് ടി അപ്ലൈ ചെയ്യുന്നു. കെ ഇൻ്റഗ്രൽ വാല്യൂ പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ 0 to infinity e raised to minus s t into എഫ് ഓഫ് ടി. ഇതെന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ഓഫ് എഫ് ആണ്. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ 2 പ്രോപ്പർട്ടീസും പഠിച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ
നമുക്ക് ഇവിടെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻഡ് ലാപ്ലാസ് ഓഫ് ഇത് കണ്ടുപിടിക്കണം നമുക്ക്. Laplace of this 5t cube plus 3t square minus 6t plus 3 e raised to minus 5t. ഇത് കണ്ടുപിടിക്കണേ നമുക്ക് ലാപ്ലാസ് അപ്ലൈ ചെയ്യുമ്പോൾ 5 into ലാപ്ലാസ് ഓഫ് ടി ക്യൂബ് പ്ലസ് 3 into ലാപ്ലാസ് ഓഫ് ടി സ്ക്വയർ മൈനസ് 6 into ലാപ്ലാസ് ഓഫ് ടി പ്ലസ് 3 into ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു മൈനസ് എല്ലാം ഇങ്ങനെ എഴുതി വെക്കുക. നമുക്കറിയാം ലാപ്ലാസ് ഓഫ് ടി റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. അപ്പോൾ ഇതിന് ആൻസർ ഇത് കിട്ടി. ഇതിന് ആൻസർ 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ്. ഇതിൻ്റെ ആൻസർ 1 by എസ് സ്ക്വയർ. ഇതിൻ്റെ ആൻസർ e raised to minus 80. ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു മൈനസ് 80 ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ. അതെന്ന് പറയുന്നത് 1 by എസ് പ്ലസ് എ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 5 ആയതുകൊണ്ട് 1 by എസ് പ്ലസ് ആകും. അപ്പോൾ ജസ്റ്റ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 into 5 30 ഇവിടെ എഴുതുക. 2 ഫാക്ടോറിയൽ 2 ആണ്. 3 into 6 എഴുതുക. ഇത് 6 എഴുതുക. 3 into 1 3 എഴുതുക. അപ്പോൾ ദിസ് ഈസ് ദ ആൻസർ. അടുത്തത് ഫൈൻഡ് ദ ലാപ്ലാസ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഫൈൻഡ് ദ ലാപ്ലാസ് ഓഫ് sin 2t cos 2t sin 2t into cos 3t sin of at plus b cos square 4t cos cube 2t. ഈ വാല്യൂസ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ചെയ്യാം. sin 2t into cos 2t. sin 2t into cos 2t നമ്മൾ ചെയ്യുമ്പോൾ ഒരു മോളിൽ ഇതായി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 sin t cos 2t. നമ്മളൊരു ഫോർമുല പഠിക്കുന്നുണ്ട്. sin 2a എന്ന് പറയുന്നത് 2 sin a into cos a. ഇവിടെ a വരുന്ന സമയത്ത് ഇവിടെ 2a ആണ്. ഇവിടെ 2a വരുമ്പോൾ ഈ സ്ഥലത്ത് 4a വരും. അപ്പോൾ 2 sin 2a cos 2a എന്ന് പറയുമ്പോൾ എന്താ വരും? 2 sin 2a cos 2a എന്ന് പറയുമ്പോൾ sin 4a വരും. അപ്പോൾ 2 sin 2t cos 2t എന്ന് പറഞ്ഞാൽ sin 4t ആണ്. ഇനി ഇവിടെ ലാപ്ലാസ് അപ്ലൈ ചെയ്തെടുക്കും. അപ്പോൾ ലാപ്ലാസ് ഓഫ് sin 2t cos 2t എന്ന് പറയുന്നത് ലാപ്ലാസ് ലെഫ്റ്റ് സൈഡിൽ ലാപ്ലാസ് അപ്ലൈ ചെയ്തു. sin 2t cos ലാപ്ലാസ് ഓഫ് 1/2 into sin 4t. അപ്പോൾ ഹാഫ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ലാപ്ലാസ് ഓഫ് sin 4t. sin 4t ലാപ്ലാസ് നമുക്കറിയാം a by s square plus 4 square. അതായത് 4 by s square plus 4. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ദ ആൻസർ. ഈ 4 രണ്ടും വെട്ടിയാൽ 2 by s square plus 16 വരും. ഇനി ലാപ്ലാസ് ഓഫ് sin at plus b. ഇത് കണ്ടുപിടിക്കണേ നമുക്ക് നമ്മൾ മുമ്പ് പഠിച്ചൊരു ഫോർമുലയുണ്ട്. സൈൻ ഓഫ് എ പ്ലസ് ബി സമം സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ എക്ക് വരെ എ ടിയും ബിക്ക് പകരം ബിയും. അപ്പോൾ എ ടി പ്ലസ് ബി എന്ന് എന്താ? സൈൻ എ ടി കോസ് ബി പ്ലസ് കോസ് എ ടി സൈൻ ബി. ലാപ്ലാസ് ഓഫ് സൈൻ എ ടി പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ഇതിന് അപ്ലൈ ചെയ്യുക. ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ലാപ്ലാസ് ഓഫ് ഇതെന്ന് പറഞ്ഞാൽ കോസ് ബി നമുക്ക് പുറത്തെടുക്കുക. കോസ് ബി ഇൻറ്റു ലാപ്ലാസ് സൈൻ എ ടി. സൈൻ ബി പുറത്തത് ലാപ്ലാസ് ഓഫ് കോസ് എ ടി. ലാപ്ലാസ് ഓഫ് സൈൻ എ ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ലാപ്ലാസ് ഓഫ് കോസ് എ ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ കോസ് ബി ഇൻറ്റു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സൈൻ ബി ഇൻറ്റു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. നമുക്ക് അടിയിൽ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കോമൺ ആയിട്ടുണ്ട്. അത് എൽ സി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആൻസർ കിട്ടും. ഇനി അടുത്ത സൈൻ 2t കോസ് 3t. ഇത് സൈന് ഇത് കോസ് രണ്ട് ഡിഫറൻ്റ് ആണ്. രണ്ടുകൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നമുക്കറിയാം ഈ ഫോർമുല നിങ്ങൾ നോക്ക്. 2 sin a cos b എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ സാധനം ഇത് വലിയ ക്വാണ്ടിറ്റി എ പുറത്ത് ഈ വലിയ വരുന്ന സാധനം ഫസ്റ്റ് ഇടുക. അപ്പോൾ 2 sin a cos b എന്ന് പറഞ്ഞാൽ 2 cos a sin b അല്ലേ? അത് മൈനസ് ആയി വരും കേട്ടോ. ഇത് 2 cos a sin b ഫോർമാറ്റിലുള്ള 2 cos a sin b. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എ പ്ലസ് ബി മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 3t, ബി എന്ന് പറഞ്ഞാൽ 2t. ഇപ്പോൾ നമ്മൾ കൊടുത്തത് സൈൻ 5t മൈനസ് സൈൻ ടി ഇട്ടു. ലാപ്ലാസ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ലാപ്ലാസ് അപ്ലൈ അടുത്ത സൈഡ് ലാപ്ലാസ് അപ്ലൈ ചെയ്യുമ്പോൾ ലാപ്ലാസ് ഓഫ് ഇതെന്ന് പറഞ്ഞാൽ 1/2 പുറത്തിട്ട് ലാപ്ലാസ് ഓഫ് ദിസ്. ലാപ്ലാസ് ഓഫ് സൈൻ 5t ലാപ്ലാസ് ഓഫ് സൈൻ ടി അങ്ങനെ അപ്ലൈ ചെയ്തു. ലാപ്ലാസ് സൈൻ 5t എന്ന് പറഞ്ഞാൽ 5/s സ്ക്വയർ. ലാപ്ലാസ് സൈൻ ടി എന്ന് പറഞ്ഞാൽ 1/s സ്ക്വയർ പ്ലസ് 1. എൽ സി എം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എൽ സി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആൻസർ വരും. ഓക്കെ. ഇനി നമ്മൾ കോസ് സ്ക്വയർ 4t ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. കോസ് 2θ ഈക്വൽ ടു 2 cos സ്ക്വയർ തീറ്റ
-1 മണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. മണ്ണിന് അടുത്ത സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. സമം 2 cos square theta. 2 താഴോട്ടേക്ക് കൊണ്ടുവന്നാൽ 1 plus cos 2 theta divided by 2 equal to cos square theta. ഇവിടെ ഈ പോർഷനിൽ തീറ്റ വരുമ്പോൾ ഇവിടെ 2 തീറ്റ, ഇവിടെ 4 തീറ്റ വരുമ്പോൾ ഇവിടെ 8 തീറ്റ വരും സ്ഥലത്ത്. അപ്പോൾ cos square 4 തീറ്റ എന്ന് പറയുമ്പോൾ 1 plus cos 8 തീറ്റ by 2, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 plus cos 8t by 2. ഇവിടെ ലാപ്ലാസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ലാപ്ലാസ് അപ്ലൈ ചെയ്യുമ്പോൾ ലാപ്ലാസ് ഓഫ് 1 plus ലാപ്ലാസ് ഓഫ് cos 8t. ലാപ്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 by s ആണ്. ലാപ്ലാസ് ഓഫ് cos 8t എന്ന് പറഞ്ഞാൽ s by s square plus 64 ആണ്. അപ്പോൾ നമ്മൾ LC എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ആൻസർ. s into s square plus 64 s square plus ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. LC എടുത്താൽ മതി. ഓക്കെ, കറക്റ്റാണെന്ന് തോന്നുന്നു. ഇവിടെ 1/2 പുറത്തുണ്ടല്ലോ. അപ്പോൾ ഇവിടെ s square plus 64 plus s square divided by s into s square plus 64. 1/2 പുറത്തുണ്ട്. ഇവിടെ 2s square വരും. ശരിയാ. ഈ ആൻസർ ശരിയാ. ഇനി നമുക്ക് ലാപ്ലാസ് ഓഫ് cos cube 2t. cos cube 2t കാണുന്ന ഇങ്ങനെ ഈ ഫോർമുല പഠിക്കണം. ആ ഫോർമുല എന്താ പറയുന്നത്? cos 3a എന്ന് പറഞ്ഞാൽ 4 cos cube a minus 3 cos a. 4 cos cube a minus 3 cos a. അപ്പോൾ നമുക്ക് cos cube എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ cos cube എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതവിടെ നിർത്തുക. ഇനി ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. cos 3a plus 3 cos a, cos 3a plus 3 cos a divided by 4. അപ്പം ഇവിടെ cos cube 2t അല്ലേ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടുള്ളേ, ഞാൻ ഇതിനെ പിടിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് വരും? cos 3a plus 3 cos a സമം 4 cos cube a. 4 താഴോട്ട് കൊണ്ടുവന്നാലോ cos 3a plus 3 cos a, 3 cos a divided by 4 സമം cos cube a. ഇവിടെ a വരുമ്പോൾ ഇവിടെ 3aയും ഇവിടെ a. ഇവിടെ 2 times a വരുമ്പോൾ ഇവിടെ 6a വരും, ഇവിടെ 2a വരും. അതാണ് ഇവിടെ കാണിക്കുന്നത്. cos cube 2t എന്ന് പറയുമ്പോൾ ഇവിടെ 6 വരും, ഇവിടെ 3 cos 2t വരും. അപ്പോൾ നമുക്ക് എഴുതാം. ലാപ്ലാസ് ഓഫ് cos cube 2t എന്ന് പറഞ്ഞാൽ 1/4 into cos 6t plus 3 cos 2t. ലാപ്ലാസ് ഇതിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ 3 cos 2t. cos 60ൻ്റെ ലാപ്ലാസ് നമുക്കറിയാം, cos 2tൻ്റെ ലാപ്ലാസ് നമുക്കറിയാം. ഇവിടെ ജസ്റ്റ് ഒന്ന് LC എടുത്തു കഴിഞ്ഞാൽ ഈ ആൻസർ കിട്ടും. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ആണ്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറയുന്നത് നമുക്കറിയാം ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ബാർ ഓഫ് എസ്. നമ്മൾ ഈ എഫ് ഓഫ് ടീനെ ഒരു ഇ റൈസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എഫ് ബാർ ഓഫ് എസ് എന്നുള്ളത് ഇവിടെ ഈ എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എസ് മൈനസ് എ ആയി മാറും. എന്താ എസ് മാറി എന്തായി? എസ് ചേഞ്ചസ് ടു എസ് മൈനസ് എ. എപ്പോഴാണ് എസ് ചേഞ്ച് എസ് മൈനസ് എ വരുന്നത്? ഈ എഫ് ഓഫ് ടിക്ക് കൊണ്ട് നമ്മൾ ഇ റൈസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
By definition of Laplace transform, Laplace of e raised to at into f of t എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് അതിന് ഒരു പ്രൂഫ് കൊടുക്കുന്നതാ. അതിൻ്റെ 0 to infinity ഈ ക്വാണ്ടിറ്റി നമ്മൾ എഫ് ഓഫ് ടിക്ക് പകരം ഇവിടെയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എഫ് ഓഫ് ടി ആദ്യം എഴുതി, ഇ റേസ് ടു എ ടി ഇതും കൂടെ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. ഇത് എ ടി മൈനസ് എസ് ടി എൻ്റെ നെഗറ്റീവ് പുറത്തെടുത്താൽ ഇങ്ങനെയാവും. ഇതെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് മൈനസ് എസ് മൈനസ് ഫംഗ്ഷൻ ഓഫ് എസ് മൈനസ് എ ആണ്. ഇവിടെ നേരത്തെ എസ് ആയിരുന്നു, ഇവിടെ എസ് മൈനസ് എ വന്ന ഫംഗ്ഷൻ ഓഫ് എസ് മൈനസ് എ ആണ്. അപ്പോൾ ഇ റേസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫംഗ്ഷൻ ഓഫ് എസ് അല്ല എഴുതേണ്ടത്, എന്താണ് ഫംഗ്ഷൻ ഓഫ് എസ് മൈനസ് എ. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ എഫ് ഓഫ് ടി അറിയാമെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇ റേസ് ടു എ ടിൻ്റെ എഫ് ഓഫ് ടി ഈസി ആയിട്ട് എഴുതാം. എന്ത് ചെയ്താൽ മതി, ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ആണ്, ഫംഗ്ഷൻ ഓഫ് എസ്. അങ്ങനെയാണ് ഇ റേസ് ടു എ ടിന് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ഫംഗ്ഷൻ ഓഫ് എസ് മൈനസ് എ ആയി മാറും. എസ് ചേഞ്ചസ് ടു എസ് മൈനസ് എ. Find the Laplace transformation of this one. E raised to at into t raised to n. Laplace of e raised to at into t raised to n എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ലാപ്ലാസ് ഓഫ് ടി raised to n കണ്ടുപിടിക്കുക. അതിനുശേഷം എസിനെ ചേഞ്ച് ടു എസ് മൈനസ് എ ആക്കിയാൽ മതി. ലാപ്ലാസ് ഓഫ് ടി raised to n നമ്മൾ കണ്ടുപിടിക്കുക. ലാപ്ലാസ് ഓഫ് ടി raised to n കണ്ടുപിടിച്ചിട്ട് അത് n ഫാക്ടോറിയൽ ബൈ എസ് raised to n പ്ലസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, എസിനെ മാറ്റിയിട്ട് എസ് മൈനസ് എ എഴുതുക. ഇവിടെയുള്ള എസിനെ മാറ്റി എസ് മൈനസ് എ എഴുതി കഴിഞ്ഞാൽ സംഭവം കഴിയും. ഇനി ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി കോസ് ബി ടി. ഇത് എന്ത് ചെയ്യേണ്ടത്, കോസ് ബി ടിൻ്റെ ലാപ്ലാസ് കാണാം. കോസ് ബി ടിൻ്റെ ലാപ്ലാസ് എന്നിട്ട് എസിനെ മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി, എസ് മൈനസ് എ ആക്കിയാണ്. ആണ് ഇവിടെ ഇ റേസ് ടു എ ടി ഉള്ളത്. അപ്പോൾ കോസ് ബി ടിൻ്റെ ലാപ്ലാസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയറാണ്. എന്നിട്ട് ഇവിടുന്ന് എസിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, എസ് മൈനസ് എ ആക്കുക. അപ്പോൾ നമുക്ക് എസ് മൈനസ് എ ബൈ ഇവിടെ എസിനെ മാറ്റി എസ് മൈനസ് എ, ഇവിടെ എസ് മൈനസ് മാറ്റി എസ് മൈനസ് എ. അപ്പോൾ ഇങ്ങനെ ആൻസർ. അടുത്തത് ലാപ്ലാസ് ഓഫ് ഇത് കണ്ടുപിടിക്കണം. നമ്മൾ ലാപ്ലാസ് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലാപ്ലാസ് ഓഫ് ഇ റേസ് മൈനസ് 3t ഇൻറ്റു കോസ് 4 ഫസ്റ്റ് ടേം വരും. സെക്കൻഡ് ടേമിൽ ലാപ്ലാസ് ഓഫ് ഇത് വരും. 3 പുറത്തേക്ക് എടുക്കുക, കോൺസ്റ്റന്റ് അല്ല. ഇനി നമ്മൾ കോസ് 4t കണ്ടതിന് ശേഷം എസിനെ മാറ്റി എസ് പ്ലസ് 3, ഇവിടെ ഈ -3 ആയതുകൊണ്ട് എസിനെ മാറ്റിയിട്ട് നമ്മൾ എസ് പ്ലസ് എ ടൈപ്പിൽ എഴുതണേ, എസ് പ്ലസ് 3. ഇവിടെ അതേപോലെ തന്നെ എസിനെ ഇപ്പോൾ ലാപ്ലാസ് ഓഫ് കോസ് 4t ഇതാണ്, സൈൻ 4t ഇതാണ്. അതിനെ മാറ്റി എസിനെ മാറ്റി എസ് പ്ലസ് 3 ആക്കുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ എസിനെ മാറ്റി എസ് പ്ലസ് 3 ആകുമ്പോൾ ഇങ്ങനെ വരും. അവിടുത്തെ വരെ മതി, എൽ സി എടുക്കണം നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ എൽ സി എടുത്തിട്ട് നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിക്കാം. ഇനി ലാപ്ലാസ് ഓഫ് ടി പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ടി. ആദ്യം നമ്മളിത് എ പ്ലസ് 1 എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എന്നിട്ട് ഇ റേസ് ടു ടി കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു, ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്താൽ 3 ടേം കിട്ടി, ഇത്. ലാപ്ലാസ് ഓഫ് ടി സ്ക്വയർ എസിനെ മാറ്റി എസ് മൈനസ് 1 ആക്കുക. ഇ റേസ് ടി എന്ന് പറഞ്ഞാൽ എസ് മൈനസ് 1 ആണ്, എസ് മൈനസ് എ. ടീൻ്റെ ഇ റേസ് ടി എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ഓഫ് ടി കണ്ടതിന് ശേഷം എസിനെ മാറ്റി എസ് മൈനസ് 1 ആക്കുക. അപ്പോൾ ഇത് 2/s³ വരും. 1/s സ്ക്വയർ എസ് ചേഞ്ചസ് എസ് മൈനസ് 1. ഇതിനെ ടി സ്ക്വയറിൻ്റെ ലാപ്ലാസ് നമുക്ക് അറിയാം, 2/s³. അതായത് ടി റേസ് ടുൻ്റെ ലാപ്ലാസ് അപ്ലൈ ചെയ്താൽ മതി. ഇത് ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു ടി 1/s മൈനസ് 1. ഇത് ലാപ്ലാസ് ഓഫ് ടി കണ്ടതിന് ശേഷം എസ് ചേഞ്ചിട്ട് എസ് മൈനസ് 1 ആക്കുക. അപ്പോൾ ഇവിടെ എസിനെ എസ് മൈനസ് 1 ആക്കി, ഇവിടെ ഇതങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇത് ഇവിടെ എസിനെ എസ് മൈനസ് 1 ആക്കി ഇങ്ങനെ വരും. നമുക്ക് ഇവിടുന്ന് എല്ലാത്തിനും എന്ത് ചെയ്യുക, ഒരു 1/s മൈനസ് 1 ഇവിടുന്ന് പുറത്തെടുക്കുക, പുറത്തെടുത്താൽ ഉണ്ട് ഇവിടെ. ബാക്കി 2/s മൈനസ് 1 സ്ക്വയർ, ഇവിടെ 1, ഇവിടെ 2. ഈ ആൻസർ എഴുതിയാൽ മതി, കുഴപ്പമില്ല. അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കാണേണ്ടത് ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു സൈൻ എച്ച് ബി ടി. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ ഹൈപ്പർബോളിക്കാണ്, ഇത് ഇ റേസ് ടു എ ടി. അപ്പോൾ സൈൻ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ നമുക്കറിയാം, അത് ഇതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, എസ് ചേഞ്ചസ് ടു എസ് മൈനസ് എ ആക്കിയാൽ മതി. എസ് ചേഞ്ചസ് എസ് മൈനസ് എന്നാൽ ഇവിടെ എസ് മാറ്റി എസ് മൈനസ് എ. ദിസ് ഈസ് ആൻസർ. ലാപ്ലാസ് ഓഫ് കോസ് എ ടി ഉണ്ട്, കോസ് എച്ച് ബി ടി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കോസ് എ ടി കോസ്. അപ്പോൾ കോസ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ, അതിൻ്റെ വാല്യൂ ഇതാണ്, ഇ റേസ് ടു ബി ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2. ഈ 1/2 പുറത്തേക്ക് എടുത്തല്ലേ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ. അപ്പോൾ ഇങ്ങനെ കിട്ടും, ഇങ്ങനെയും കിട്ടും. ഇനി നമുക്ക് കോസ് ഐ ടി ലാപ്ലാസിൻ്റെ കോസ് ഐ ടിൻ്റെ ലാപ്ലാസ് കണ്ടതിന് ശേഷം എസ് ചേഞ്ച് എസ് മൈനസ് ബി ആക്കിയാൽ മതി.
കോസ് 18 ലാപ്ലാസ് കണ്ട് എസ് ചേഞ്ചസ് ടു എസ് മൈനസ് സി. അപ്പോൾ ആൻസർ ഇങ്ങനെ വരും. ഇവിടെ കോസ് 18 ലാപ്ലാസ് കണ്ടതിന് ശേഷം എസ് ചെയ്യുന്നത് കോസ് 18 ലാപ്ലാസ് ഇതാണ്, എസ് ചേഞ്ചസ് ടു എസ് പ്ലസ് ബി. കാരണം ഇ റൈസ് ടു മൈനസ് ബി ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ വരും. ഇനി നമുക്ക് ലാപ്ലാസ് ഓഫ് ടി സൈൻ എ ടി കണ്ടുപിടിക്കണം. ഇത് പ്രൂവ് ചെയ്യണം. ഷോ ദാറ്റ് ദിസ് വൺ ഈസ് ഈക്വൽ ടു ദിസ്. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ. ഇത് കോംപ്ലക്സിലുള്ള സാധനമാണ്. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു ഐ എ ടി എന്ന് പറഞ്ഞാൽ കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി വരും. ഇ റൈസ് ടു ഐ എ ടി എന്ന് പറഞ്ഞാൽ കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി. അപ്പം ഞാനൊരു സാധനം കണ്ടുപിടിക്കാൻ പോകുന്നത് ലാപ്ലാസ് ഓഫ് ടി ഇൻറ്റു കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി. ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ എ ടി എന്ന് നമുക്കറിയണം. ഇ റൈസ് ടു ഐ എ ടി. അപ്പോൾ ലാപ്ലാസ് ഓഫ് ടി ഇ റൈസ് ടു ഐ എ ടി കണ്ടുപിടിക്കാൻ ടിയുടെ ലാപ്ലാസ് കണ്ടിട്ട് എസ് ചേഞ്ച് ടു എസ് മൈനസ് ഐ എ കണ്ടാൽ മതി. ലാപ്ലാസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1/s² ആണ്. അതിൻ്റെ എസ് ചേഞ്ചസ് ടു എസ് മൈനസ് ഐ എ. അപ്പോൾ എസ് ചേഞ്ച് ടു എസ് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എസ് മൈനസ് ഐ എ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ എസ് പ്ലസ് ഐ എ ഹോൾ സ്ക്വയർ ഇതിന് എസ് ചേഞ്ച് എസ് മൈനസ് ഐ നമ്മൾ ചെയ്തില്ലേ? നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എസ് ചേഞ്ച് ടു എസ് മൈനസ് ഐ എ അല്ലേ? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എസ് മൈനസ് ഐ എൻ്റെ കോൺജുഗേറ്റ്, എസ് മൈനസ് ഐ എയുടെ കോൺജുഗേറ്റ് എസ് പ്ലസ് ഐ എ. ഇതിവിടെ സ്ക്വയറുള്ളതുകൊണ്ട് ഈ എസ് പ്ലസ് ഐ എൻ്റെ സ്ക്വയർ കൊണ്ട് മുകളിലും താഴെ ഇവിടെ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. ഇത് നമ്മൾ ഈ മുകളിലത്തെ സാധനത്തിന് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും എസ് സ്ക്വയർ പ്ലസ് 2iAs പ്ലസ് ഐ സ്ക്വയർ എ സ്ക്വയർ. ഐ സ്ക്വയർ തന്നെ മൈനസ് 1, അപ്പോൾ മൈനസ് എ സ്ക്വയർ വരും. എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ 2iAs. അടിയിൽ എസ് മൈനസ് ഐ എയും എസ് പ്ലസ് ഐ എ ഉണ്ട്. എസ് മൈനസ് ഐ എ ഇൻറ്റു എസ് പ്ലസ് ഐ എ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എസ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, അപ്പോൾ അത് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെയും ഇവിടെ സ്ക്വയറുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ ഇട്ട് കൊടുക്കാം. അതാണ് ഇവിടെ കാണുന്നത് അടിയിൽ. അപ്പോൾ ലാപ്ലാസ് ഓഫ് ഇടത്തെ സൈഡിൽ ലാപ്ലാസ് ഓഫ് ടി കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി ആണ്. അതെന്നാൽ വലത്തെ സൈഡിൽ കിട്ടിയിരിക്കുന്ന സാധനം ഇത് ഈ സാധനം കൊണ്ട് നമുക്ക് ഇവിടെയും ഡിവൈഡ് ചെയ്യണം, ഇതിനെയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഓക്കെ. അപ്പം നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇടത്തെ സൈഡിൽ ലാപ്ലാസ് ഓഫ് ടി കോസ് എ ടി പ്ലസ് ലാപ്ലാസ് ഓഫ് ടി സൈൻ എ ടി ആണ്. അപ്പോൾ ഇത് റിയൽ പാർട്ടാണ്, ഇത് ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ വലത്തെ സൈഡിൽ ഇത് റിയൽ പാർട്ടാണ്, ഇത് ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്താൽ ലാപ്ലാസ് ഓഫ് ടി കോസ് എ ടി എന്ന് പറഞ്ഞ സാധനം ഈ സാധനം ഇത് വരും, ലാപ്ലാസ് ഓഫ് ടി സൈൻ എ ടി എന്ന് പറഞ്ഞ സാധനം ഇത് വരും. അപ്പോൾ ഇക്വേറ്റ് റിയൽ പാർട്ട് ഇത് ലാപ്ലാസ് ഓഫ് ടി കോസ് എ ടി, ഇത് ലാപ്ലാസ് ഓഫ് ടി സൈൻ എ ടി. കാരണം രണ്ട് അടുത്ത സൈഡ് മറിച്ചാൽ കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം ഇത് വരും, ഇതിൻ്റെ ഉത്തരം ഇത് വരും.
അപ്പോൾ ഇതാണ് ആൻസർ. ഇതാണ് ആൻസർ. ആൻസർ പ്രൂവ്ഡ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ലാപ്ലാസ്, ഫൈനൽ ലാപ്ലാസ് ഓഫ് ഫംഗ്ഷൻ 0 നും 4 നും ഇടയിലുള്ള ടിക്ക് ടി ആണ്. 4നേക്കാൾ വലുതാണെങ്കിൽ 5 ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ എഴുതുക സാധാരണ പോലെ 0 to infinity f of t e raised to minus t. 0 to infinity നമുക്ക് 0 to 4 plus 4 to infinity എഴുതാം. 0 to 4 വരെ ടി ആണ് ഫംഗ്ഷൻ. പിന്നെ 4 to infinity വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 5 ആണ്. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇത് സാധാരണ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക e raised to minus st by minus s. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൗണ്ടറി അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ സാധനം കിട്ടും, ഈ സാധനം കിട്ടും, ഈ സാധനം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അറിയാലോ. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e raised to minus, ഇവിടെ 0 മൈനസ് e raised to minus 4s വരും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഈ നെഗറ്റീവ് പ്ലസ് ആവും. അപ്പോൾ 5 × e raised to minus 4s by 5. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്താൽ LC എടുത്തു കഴിഞ്ഞാൽ ഈ ആൻസർ വരും. ഇനി ഫൈൻഡ് ദ ലാപ്ലാസ് ഓഫ് f of t where f of t is equal to mod t minus 1 plus mod t plus 1 t greater than or equal to 0. അപ്പോൾ ഈ t greater than or equal to 0 എന്ന് പറഞ്ഞാൽ ഇവിടെ t minus 1 ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഇങ്ങനെ 0 മുതൽ 1 ഇങ്ങനെ, ഇപ്പോൾ 0 1 ഈ ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം t minus 1 ഉള്ളതുകൊണ്ട്. ഇനി 0 നും 1 നും ഇടയിലാണ് t എങ്കിൽ t minus 1 എന്തായിരിക്കും? t minus 1 less than 0 ആയിരിക്കും. t 0 നും 1 നും ഇടയിലാണ്, t 1 കണ്ട് ചെറുതാണ്, t minus 1 1 കണ്ട് ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ മോഡ് t minus 1 നമ്മൾ ഇങ്ങനെ എഴുതുക, മോഡ് t minus 1 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് t minus 1. നെഗറ്റീവ് ആണെങ്കിൽ ഉദാഹരണത്തിന് മോഡ് -2 എന്ന് പറയുന്നത് ശരിക്കും നെഗറ്റീവ് ഓഫ് -2 അഥവാ 2 ആണ്. അപ്പോൾ മോഡ് t minus 1 t നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നെഗറ്റീവ് ഓഫ് t minus 1 എഴുതണം, അതായത് -t plus 1. മോഡ് t plus 1 എന്തിനായിരിക്കും? t plus 1 തന്നെയായിരിക്കും. t plus 1 ആയിരിക്കും, കാരണം ഇത് പോസിറ്റീവ് ആണല്ലോ, t പോസിറ്റീവ് ആണ്. പക്ഷേ t minus 1 നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഓഫ് t minus 1 എഴുതണം. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഇവിടെ നെഗറ്റീവ് ഓഫ് t minus 1 വരും. എവിടെ? 0 മുതൽ 1 വരെ ഉള്ളത്. t plus 1 t plus 1 തന്നെ, കാരണം t plus 1 പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ 2 ആകും. ഇനി t 1 വലുതാണെങ്കിൽ t minus 1 എന്ന് പറയുന്നത് t minus 1 തന്നെയായിരിക്കും. പോസിറ്റീവ് ആയതുകൊണ്ട് t minus 1 പോസിറ്റീവ് അല്ലേ, t plus 1 തന്നെ t plus 1 തന്നെയായിരിക്കും. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2t കിട്ടും. അപ്പോൾ ലാപ്ലാസ് ഓഫ് f of t എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതി. ഇൻ്റഗ്രൽ 0 to 1, 0 മുതൽ 1 വരെ 1 to infinity ചെയ്തു. 0 മുതൽ 1 വരെ 1 to infinity. f of t എന്ന് പറഞ്ഞാൽ 2 വരും. ഇവിടെ f of t എന്ന് പറഞ്ഞാൽ 2t വരും. അപ്പോൾ നമുക്ക് ഇവിടെ 2 പുറത്തെടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. e raised to minus st by minus s 0 to 1 കൊടുക്കുക. ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. പാർട്സ് അപ്ലൈ ചെയ്താൽ ഇത്രയും സ്റ്റെപ്സ് ഉണ്ടാവും. അവിടെ 1 to infinity കൊടുക്കുക. 1 to infinity എടുത്താൽ ഈ സ്റ്റെപ്പിലേക്ക് എത്തും. പിന്നെ നിങ്ങൾ അവസാനം LC എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഡിഫറൻഷിയേഷൻ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ പവേഴ്സ് ഓഫ് t. ഇത് അടുത്ത വീഡിയോയിൽ ചെയ്യാം, വീഡിയോ 3ൽ. ഇപ്പോൾ നമ്മൾ ചെയ്തത് വീഡിയോ 2 ആണ്, അടുത്ത വീഡിയോ 3 വരും.